ശ്രീ കെ ജെ ജേക്കബ്, ഇവിടെ ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വച്ച കാര്യങ്ങൾ ഇതിനെ വളരെ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുൻപില്ലാത്ത വിധമുള്ള ഒരു സഹിഷ്ണുതയും അച്ചടക്കവുമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻപ് നമുക്കറിയാം, ഇതുപോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള വിഴുപ്പലക്കലുകൾ നടക്കും, മാധ്യമങ്ങളിൽ വിചാരണ നടക്കും. ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. പക്ഷേ മുൻപില്ലാത്ത വിധം ശശി തരൂർ മുൻപോട്ട് വച്ച ചില ആശയങ്ങളോട് വളരെ സമചിത്തതയോടുകൂടിയാണ് ഇവിടുത്തെ പല നേതാക്കളും നേരിട്ടത്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം പോലും അങ്ങനെയായിരുന്നു. അത് കേന്ദ്രത്തിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഇത് ചർച്ചയാവുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും ഇതിനുള്ള മൊത്തത്തിലുള്ള നേതാക്കളുടെ ചില ഐക്യത്തിന്റെ ഭാഗമായി ചില ചർച്ചകൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തരൂരിന്റെ പുതിയ ഒരു മുന്നോട്ട് വച്ച ഈ ഒരു ആശയങ്ങളോട്, മുൻപോട്ട് വച്ച ചില കാര്യങ്ങളോടുള്ള മൊത്തത്തിലുള്ള ഒരു സമീപനം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ അദ്ദേഹത്തിലെ പോഡ്കാസ്റ്റ് കേൾക്കുകയായിരുന്നു. അതില് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, 23 അംഗങ്ങളുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ പറയാൻ വേറൊരു മെമ്പറും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓപ്ഷൻസ് 360 ഡിഗ്രി ഓപ്പൺ ആണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ അതില് അധികാരത്തിന്റെ പുറകെ പോകുന്ന ഒരു മനുഷ്യനായിട്ടല്ല. കോൺഗ്രസിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സെക്യുലർ ലിബറൽ ഡെമോക്രാറ്റിക് പോളിസിക്ക് അകത്തു നിന്നുകൊണ്ട് പാർട്ടിയോടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഈ 101 പേരുടെ വലിയ സംഘം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണ ബോഡി എന്ന് പറയുന്നത് ഒരു ജനക്കൂട്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. പക്ഷെ കോൺഗ്രസിന്റെ ആ ഒരു കൾച്ചറുമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതുവരെ അങ്ങോട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് അങ്ങോട്ട് എഴുതിച്ചേരാൻ വേണ്ടി പറ്റാത്തതിന്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇതിന്റെ അകത്ത് പുറത്തു ചാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു രാഷ്ട്രീയ എതിരാളിയെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിതമായ ഒരു നിയമം ഉണ്ട്. അത് എങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ സ്വന്തം പാർട്ടി വിചാരണ ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പക്ഷേ പലപ്പോഴും അതിനെ ലംഘിച്ചുകൊണ്ടുള്ള വർത്തമാനം അദ്ദേഹം പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് വേറെ കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു. അതിൽ കേരളത്തിൽ ഇപ്പം പാർട്ടിക്ക് പുറത്ത് ഒരു രാഷ്ട്രീയ ജീവിതമോ രാഷ്ട്രീയ ജീവിതമോ തുടങ്ങി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വരെയുള്ള 360 ഡിഗ്രിയിലുള്ള സാധ്യതകളും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, പാർട്ടിയിലെ പലരും പറഞ്ഞിട്ടുണ്ട്, ഘടകകക്ഷികളുടെ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ്, അതായത് വേണ്ടി വന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി, UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കപ്പെടാൻ താൻ അവൈലബിൾ ആണ് എന്നൊരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഒരു സുഖകരമായ ഇക്വേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നേയില്ല. ഒരേ തരം കോമ്പറ്റൻസി ഉള്ള 3-4 നേതാക്കന്മാർ ഇപ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അവരെ എങ്ങനെ മേച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു 5-ആമനായിട്ട് വരുമോ എന്നറിയില്ല. കേരളത്തിന്റെ ഇപ്പം വളർന്നു വരുന്ന മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. കോൺഗ്രസിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ കോൺഗ്രസിൽ താല്പര്യമുള്ള ആളുകൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യങ്ങൾ പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ പരമ്പരാഗതമായി കാണുന്ന കോൺഗ്രസിന്റെ കമ്മിറ്റികളിൽ ഒന്നുമല്ല. ഇത് പല തീരുമാനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന അഭിപ്രായങ്ങൾക്ക് പാർട്ടിയിൽ സ്വാധീനം കിട്ടിയാൽ അദ്ദേഹം UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നുകൂടായിക്കൊന്നുമില്ല. അപ്പം ഞാൻ കാണുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പിന്നെ എഴുത്തും വായനയ്ക്കും ഇൻവിറ്റേഷൻ കിട്ടുന്നതിനെ പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് പുറത്ത് ഒരു ഇന്റലക്ച്വലായി, ഒരു എഴുത്തുകാരനായി, പ്രഭാഷകനായി നടക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് അതിൽ ആക്റ്റീവായിട്ടുള്ള റോള് എടുക്കാൻ, പാർലമെന്റിൽ സീരിയസ് ആയിട്ടുള്ള റോൾ എടുക്കാൻ, കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ 360 ഡിഗ്രിയിലും അദ്ദേഹത്തിന്റെ ഓപ്ഷൻസ് ഓപ്പൺ ആണ് എന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുകയാണ്. അത് സാധാരണ പറയുന്നത് അല്ലേ?
അദ്ദേഹം തുറന്നു വെച്ചിരിക്കണം. ഇത് എങ്ങനെ ഗ്രാപ്പിൾ ചെയ്യണം, ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് കോൺഗ്രസ്സുകാർ ഒരുമിച്ചിരുന്ന് കണ്ടുപിടിക്കേണ്ട, ഹൈക്കമാൻഡിന്റെ സഹായത്തോടുകൂടി കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു പ്രശ്നമാണ്. അദ്ദേഹം ഈ ഓപ്ഷൻസിനെല്ലാം ഓപ്പൺ ആണ്. പാർട്ടിക്ക് പുറത്തു പോകാനും എന്തിനു വേണമെങ്കിൽ ഇടതുപക്ഷത്തോട്ട് പോകാനും അദ്ദേഹം തയ്യാറാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായത് BJPയുടെ തോട്ട് പ്രോസസ്സുമായിട്ട്, BJPയുടെ പൊളിറ്റിക്സുമായിട്ട് അദ്ദേഹത്തിന് ലിബറൽ ഡെമോക്രാറ്റിക് സെക്യുലർ ട്രഡീഷണൽസ് അദ്ദേഹത്തെ സമ്മതിക്കില്ല. ഈവൻ ദെൻ RSSന്റെ നേതാവിനോട് സംസാരിക്കാൻ മാത്രമുള്ള ഓപ്പൺനെസ് ഉള്ളപ്പോഴും BJPയുടെ പൊളിറ്റിക്സിനോട് ചേർന്ന് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ പറഞ്ഞില്ലാത്ത നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്.